നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഒരു ആമുഖമില്ലാതെ നേരിട്ടും കയറി പറയുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് തോറ്റു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് കൊണ്ടുവന്നിരിക്കുന്നു. 2 ഗർഭിണികളാണ് ഗർഭഛിദ്രം ചെയ്തത്, അബോർഷനായത്. ഇതിപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ എല്ലാ അബോർഷൻ്റെയും ലൈസൻസ് എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ടയിൽ വരും. കഴിഞ്ഞ ദിവസമാണ് CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം അടൂർ മണ്ഡലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടൊക്കെ അടൂർ മണ്ഡലത്തിലെ അടൂർ പ്രദേശത്തിൻ്റെ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, ഏതോ ചാനലിൻ്റെ വനിതാ റിപ്പോർട്ടർ അവരെ വിളിച്ചിട്ട് അവരെയും പീഡിപ്പിച്ചതായിട്ട് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ സിനിമാ നടികൾ രംഗത്ത് വരുന്നു. പ്രിയപ്പെട്ട സഹോദരി, ഭയപ്പെടേണ്ട, വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ട, നിനക്കപ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷിയുണ്ട്, നീ സമൂഹമല്ല, നീ കരയേണ്ട, ചിരിച്ചോളൂ, ലോകത്തെ നേരിടണം, കരയേണ്ടത് ഒറ്റപ്പെടേണ്ടത് വേട്ടക്കാരനാണ്, നീ പുറത്ത് വരൂ, നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ, നീ ഇരയല്ല ശക്തിയാണ്, നീ അഗ്നിയാണ്, തീയാണ്, ഗോളമാണ്, എല്ലാം പറഞ്ഞ് ഇങ്ങനെ വളരെ വലിയ തോതിലാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. റിനി എന്ന് പറയുന്ന സിനിമാ നടിയുടെ, റിനി ആൻ ജോർജിൻ്റെ പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എന്തായാലും വളരെ വലിയ രൂപത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലേക്ക് പോകുന്നത്. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്ത്രീകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർ പറയുന്നു, കോൺഗ്രസിൻ്റെ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നു ഇത് വലിയ ട്രാപ്പാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർ വിശ്വസിക്കുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചതാണ്. മറ്റു ചിലർ പറയുന്നു ഇത് രാഹുൽ മാങ്കൂട്ടവും സതീശൻ, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിലിൻ്റെ പുതിയ അച്ചുതണ്ട് കേരളത്തിൽ രൂപപ്പെട്ടു വന്നപ്പോൾ അതിനെ തകർക്കുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നു വന്നത്. ഗ്രൂപ്പുകാരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ വിവിധ രൂപത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം കേരളത്തിൽ കിടന്ന് കറങ്ങി ഇങ്ങനെ മലർന്നടിക്കുന്നത്. എന്തായാലും രസകരമാണ്, കാര്യങ്ങൾ വളരെ രസകരമാണ്. ഇപ്പോൾ മാതൃഭൂമി പോലുള്ള ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കുന്നു 2 പേരാണ് അബോർട്ട് ചെയ്തത്. എൻ്റെ സംശയം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തിരക്ക് പിടിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ MLA സ്ഥാനവും രാഷ്ട്രീയ സ്ഥാനവും ഈ ചാനലിൽ പോക്കും ആങ്കറിങ്ങുമൊക്കെ ചെയ്യുന്നതിനിടയിൽ എവിടെയാണ് ചേട്ടാ താങ്കൾക്ക് ഈ സമയം എന്നുള്ളതൊരു ചോദ്യമാണ്. എത്രയോ പെൺകുട്ടികൾ ഇപ്പോൾ വരുന്നു, കുറച്ച് പേരെ പറ്റിച്ചു, കുറച്ച് പേർക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു, അശ്ലീല ചുവയുള്ള മെസ്സേജ് ഒരുപാട് അവർക്ക് അയച്ചു. അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ വരുന്നു, KSUക്കാർ വരുന്നു, ഒരുപാട് പെൺകുട്ടികൾ വരുന്നു, പെൺകുട്ടികളെന്ന് പറഞ്ഞ് പലരും വരുന്നു. എന്തൊരു കഥയാണ് ഈ കേൾക്കുന്നത്. എന്തായാലും കേട്ടതൊന്നും ശരിയാകാതിരിക്കട്ടെ. നല്ലൊരു ചെറുപ്പക്കാരൻ വളർന്നു വന്ന വലിയ മനോഹരമായി 35 വയസ്സിൽ MLA ആയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ നല്ലൊരു നേതാവിന് ഈ ഒരു ഗതി വന്നല്ലോ പൊന്നു തമ്പുരാനെ. എന്തായാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ, ഇല്ലെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കണക്കുകൾ കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് ഇനി MLA സ്ഥാനത്ത് തുടരാൻ പറ്റുമോ എന്നുള്ളത് കുരുക്കായി വരികയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും കുരുക്ക് കൂടിക്കൂടി വരികയാണ്. ഇനി അബോർഷൻ ചെയ്ത സ്ത്രീകളും ഒരു ചെറിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടൻ നിങ്ങളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞോ, അതോ പണം വാങ്ങിയോ, എന്താണ് നിങ്ങളുടെ പ്രേരണ എന്നതും അറിയണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമാണ്. സ്ത്രീകൾ പുരുഷന്മാരുമായി പോകുകയും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം മാറി നിന്ന് എന്നെ ഇതാ പറ്റിച്ചേ എന്ന് പറയുന്ന ഒരു പ്രവണതയും കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അതും നമ്മൾ ചർച്ച ചെയ്യണം. അവിടെ പുരുഷന്മാരും സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെ പോകുന്ന പുരുഷന്മാർ ശരി എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വശത്ത് പുരുഷനുണ്ടെങ്കിൽ ഒരു വശത്ത് സ്ത്രീയും കൂടെ ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടതാണോ, ട്രാപ്പ് ചെയ്യപ്പെടുകയാണോ, അതോ കാര്യങ്ങൾ ശരിയാണോ?